നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള തന്ത്രങ്ങളുടെ ഒരു പോരാട്ടമായിരിക്കും. ലൂയിസ് ഡി ലാഫിയോൻ്റെ സ്കലോനിയുടെ കോച്ചിങ് ലൈസൻസിൻ്റെ ആ ഒരു കോഴ്സിൽ ടീച്ചറായിരുന്നു, നമുക്കറിയാലോ. അപ്പോൾ എന്ത് തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ആയിരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പോകുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നമ്മളൊരുപാട് വിലയിരുത്തലുകൾ നമ്മുടെ നാട്ടിലെ സോക്കോൾഡ് എക്സ്പെർട്ടുകളുടെ അനാലിസിസുകളൊക്കെ കേട്ടുകഴിഞ്ഞു. ഇനി നമ്മൾ അർജൻറ്റീനക്കാരൻ ഫുട്ബോൾ എക്സ്പേർട്ട് ബ്രൂണോ ഡി സ്റ്റെഫാനോ ഈ കളിയിലെ ടാക്റ്റിക്കൽ കീ എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. നമ്മളത് നോക്കുകയാണ്. നമുക്കതാണ് നല്ലതെന്നേ. കളി അറിയാവുന്നവർ പറയട്ടെ, നമുക്കത് കേൾക്കാം. അപ്പോൾ ബ്രൂണോ ഡി സ്റ്റെഫാനോയുടെ വിലയിരുത്തലാണ്, അതിൻ്റെ ബേസിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്പെയിന് ഫൈനലിലേക്ക് എത്തിയത് ആർഗ്യുബിളി മോസ്റ്റ് ടാക്റ്റിക്കലി കംപ്ലീറ്റഡ് ടീമായിട്ടാണ്. ഈ വേൾഡ് കപ്പിലെ ടാക്റ്റിക്കലി ഏറ്റവും കംപ്ലീറ്റഡ് ആയിട്ടുള്ള ടീം എന്ന രൂപത്തിലാണ് സ്പെയിൻ വന്നിരിക്കുന്നത്. അതെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. അതല്ല കളിയുടെ വിജയത്തിൻ്റെ ആധാരമെന്നവർ തെളിയിച്ചു. അതുപോലെ തന്നെ 2010 അവർ കിരീടം ചൂടിയപ്പോൾ വല്ലാത്ത പൊസഷൻ മോണോപ്പൊളി ഉണ്ടായിരുന്നു. പൊസഷൻ അവരങ്ങ് കൈവശം വെക്കും അത്രയധികം. എന്നാൽ ഇപ്പോൾ ലൂയിസ് ഡി ലാഫിയോൻ്റെ കാലഘട്ടത്തിൽ ടീമിൻ്റെ എവല്യൂഷനിൽ വന്നിട്ടുള്ളൊരു മാറ്റം, അവർക്ക് കളി കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴും പൊസഷൻ വേണമെങ്കിലും പണ്ടത്തെ അത്ര വലിയൊരു മെജോറിറ്റി പൊസഷൻ അവർക്ക് ആവശ്യമില്ല. അതേസമയം അർജൻറ്റീനയുടെ ഭാഗത്തുള്ള പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ അത് എതിരാളികൾക്കനുസരിച്ചും കളിയുടെ കോംപ്ലക്സിറ്റിക്കനുസരിച്ചും അഡാപ്റ്റഡ് ആവാനുള്ളൊരു കപ്പാസിറ്റി അർജൻറ്റീന ഈ വേൾഡ് കപ്പിൽ കാണിച്ചിട്ടുണ്ട്. ആ പസില് അർജൻറ്റീന സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ അർജൻറ്റീന എതിരാളികളെ ക്രഷ് ചെയ്യുക എന്നുള്ള ഒരു എയിമിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. സോ ഒരു അൾട്ടിമേറ്റ് പോരാട്ടമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്നാണ് ബ്രൂണോ ഡി സ്റ്റെഫാനോ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം സ്പെയിൻ എങ്ങനെയാണ് കളിക്കുക, അർജൻറ്റീന സ്പെയിനിൻ്റെ ഏതു ഭാഗത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് അദ്ദേഹം പിന്നെ വിശദീകരിക്കുന്നത്. അതായത് പണ്ടത്തെ പോലെ 70% പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രം കംഫർട്ടബിൾ എന്ന ഒരു ഫീലിലല്ല ഇപ്പോൾ സ്പെയിനുള്ള. അത്രയും പൊസിഷൻ്റെ ആവശ്യം ഇപ്പോൾ അവർക്കില്ല. അവരിപ്പോൾ എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ പെനാൽറ്റി ഏരിയയിൽ ഗെയിം കൊണ്ടുപോവുക, അവിടെ കളി നിലനിർത്തുക. എന്നിട്ട് ആ ഘട്ടങ്ങളിലൊക്കെ ബോൾ ലഭിക്കുമ്പോൾ അഥവാ ബോൾ പൊസിഷൻ നഷ്ടപ്പെട്ടാലും ഇമ്മീഡിയറ്റ്ലി ബോൾ റിക്കവർ ചെയ്യുക. എന്നിട്ട് റോഡ്രിയെ കളിയുടെ ടെമ്പോ നിർണ്ണയിക്കാൻ വേണ്ടി അനുവദിക്കുക. അതായത് അലോ റോഡ്രി ടു കൺട്രോൾ ദി ടെമ്പോ. അദ്ദേഹമാണ് അവരുടെ കളിയുടെ ടെമ്പോ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് അനുകൂലമായ രൂപത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മൂവ്മെൻറ്റ് വളരെ കൃത്യമാണ്. അവർ അതിനെ ഒരു ഓട്ടോമാറ്റിക്കലി എമേർജ് ചെയ്യുന്ന രൂപത്തിലൊരു സിസ്റ്റമാക്കി മാറ്റിവെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ലാമിൻ യമാലും അലക്സ് ബെയ്നയും അവർക്ക് ഇരു പാർശ്വങ്ങളായിട്ട് വിടുത്ത് സമ്മാനിക്കും. ഡാനി ഓൾമോ ബിറ്റ്വീൻ ദി ലൈൻസിൽ സ്പേസ് ഫൈൻഡ് ചെയ്യും. ഫാബിയൻ റൂയിസ് ഡീപ്പിൽ നിന്ന് മുന്നോട്ടേക്ക് കയറി വരും. മൈക്കൽ ഒയർസബാൽ അദ്ദേഹം സപ്പോർട്ടിംഗ് റൺസും ഓവർലാപ്പിങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്ത് സെൻറ്റർ ബാക്കുമാരെ ഔട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റും. ഒരു നിശ്ചിത ഒരു പൊസിഷനിൽ നിൽക്കാതെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് നടത്തി സെൻറ്റർ ബാക്കുമാരുടെ പൊസിഷൻ തെറ്റിക്കും, എന്നിട്ടത് മുതലെടുക്കും. ഇതാണ് സ്പെയിൻ്റെ ഒരു അറ്റാക്കിംഗ് രീതി. അർജൻറ്റീനയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെനാരിയോ അൺഫോൾഡ് ചെയ്യുന്നത് തടയുക. ഇങ്ങനെ കംഫർട്ടബിളായിട്ട് റോഡ്രി കളി നിയന്ത്രിച്ച് മറ്റു താരങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നീക്കങ്ങൾ നടത്തുന്നത് തടയുക എന്നുള്ളതാണ് അർജൻറ്റീനയുടെ ഫസ്റ്റ് ടാസ്ക്. റോഡ്രി ഒരു വെറും സെൻട്രൽ മിഡ്ഫീൽഡർ അല്ല. അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് അദ്ദേഹം എത്ര പാസ് കൊടുക്കുന്നു, എത്ര റിക്കവറീസ് നടത്തുന്നു എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ നമ്പർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അത് കണ്ടാലും വളരെ വലുതാണ്. പക്ഷേ അതുമാത്രമല്ല അദ്ദേഹം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്. ഒരുപാട് അറ്റാക്കിംഗ് അഡ്വാൻറ്റേജാണ് ഈവൻ അദ്ദേഹത്തിൻ്റെ കാലിൽ ബോൾ ഇല്ലാത്തപ്പോൾ പോലും സ്പെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് മാത്രം ഓപ്പോസിഷൻ മിഡ്ഫീൽഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ
ഇനി പെഡ്രി കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം, അല്ലെങ്കിൽ അധികം ഫാബിയനാണ് ഇപ്പോൾ കളിക്കുന്നത്, ഫാബിയൻ ആണെങ്കിൽ അദ്ദേഹം, ഓൾമോയാണെങ്കിൽ അദ്ദേഹം അവിടെ ഫ്രീ ആവുകയാണ്. അതോടുകൂടി സ്പെയിൻ്റെ അറ്റാക്ക് ആ ഒരു പൊസിഷണൽ സുപ്പീരിയോറിറ്റി വഴി അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. അപ്പോൾ സിംപ്ലി അദ്ദേഹത്തിന് ബോൾ കിട്ടാതാക്കുക, അതായത് റോഡ്രിക്ക് ബോൾ കിട്ടാതാക്കുക എന്നത് മാത്രം ചെയ്താൽ മതി എന്ന് കരുതിയാൽ അത് വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. മറിച്ച് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ്ങുകളെ തടയാൻ പറ്റണം. അപ്പോൾ റിയൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റോഡ്രിയിലേക്ക് ബോൾ എത്താവുന്ന തരത്തിലുള്ള പൊസിഷൻസ് തടയുക എന്നതിനോടൊപ്പം ആ ഒരു സോൺ തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ കളിയുടെ പേസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ റോഡ്രിയെ അനുവദിക്കാതിരിക്കണം. അപ്പോൾ റോഡ്രി അൺകംഫർട്ടബിളിയാണ് കളിക്കുന്നത്. റോഡ്രിയുടെ കളി നടക്കുന്നില്ലെങ്കിൽ സ്പെയിൻ ഒന്ന് പാടുപെടും. അവർക്ക് കുറച്ചധികം പാസുകൾ കൂടി മുന്നോട്ടേക്ക് കടക്കാൻ വേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ കളിയുടെ ഒരു ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടും. ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റിൽ ഇത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. റോഡ്രിയ കംഫർട്ടബിളി കളിക്കുമ്പോഴാണ് സ്പെയിൻ അവരുടെ മികച്ച നീക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. റോഡ്രിയെ അൺകംഫർട്ടബിൾ ആക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അർജൻറ്റീനയ്ക്ക് ഗുണം ചെയ്യും. അപ്പോൾ സ്പെയിന് നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് പാർട്ട്നേഴ്സ് അവർക്കുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഫ്രാൻസിനെതിരെ ഉള്ള അവരുടെ ആ ഒരു കളി രീതിയൊക്കെ നോക്കിയാൽ മതി. ആ ഒരു പാറ്റേൺ വളരെ കൃത്യമാണ്. ഓൽമോയും പോറോയും ചേർന്നുകൊണ്ട് അടിച്ചിട്ടുള്ള ആ ഗോൾ, പോറോയുടെ ഗോൾ, അത് അവർ നേരത്തെ നേഷൻസ് ലീഗിൽ അടിച്ച ഗോളിൻ്റെ ഓൾമോസ്റ്റ് സെയിം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഗോളാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ, അറ്റാക്കിംഗ് പാറ്റേൺ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ തടയുകയാണ് വേണ്ടത്. അപ്പോൾ ഫൈനൽ എന്ന് പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾ റോഡ്രിയെ റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ മാത്രം ജയിക്കാമെന്ന് കരുതണ്ട. സ്പെയിന് പെർട്ടിക്കുലർലി എതിർ ടീമുകളെ പണിഷ് ചെയ്യുന്നൊരു സംഭവം അവർ ബോൾ ചേസ് ചെയ്യുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ അവരുടെ അറ്റാക്കിംഗ് റൊട്ടേഷൻ അത് ഒരു സിങ്ക്രണൈസ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഡാനി ഓൾമോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ രൂപത്തിൽ വന്നേക്കാം. ഫാബിയൻ ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡിൽ കളി ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ഒയർസബാൽ ഇപ്പോൾ സ്ട്രൈക്കർ ആണെങ്കിൽ പോലും ഡീപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ടീംമേറ്റ്സുമായിട്ട് അദ്ദേഹം ലിങ്കപ്പ് പ്ലേ നടത്തുന്നു. ബെയ്ന ആ ഒരു വിങ്ങിൽ നിന്ന് മോർ സെൻട്രലി ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യും. അപ്പം ടീം എല്ലായ്പ്പോഴും ഈ 5 അറ്റാക്കിംഗ് ചാനൽസ് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓപ്പോസിഷനെ കോൺസ്റ്റൻ്റ്ലി ഗസ് ചെയ്യിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകും. എവിടെ മാർക്ക് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ആ ഒരു സ്പേസ് അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇവിടെയാണ് സ്കലോനി ഏറ്റവും കീ ആയിട്ട് ഇടപെടേണ്ടത് തൻ്റെ ടാക്ടിക്സ് കൊണ്ട്. ഇത് അർജൻറ്റീന ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിനെ അല്ല ഡിഫെൻഡ് ചെയ്യേണ്ടത്, മറിച്ച് അർജൻറ്റീന മസ്റ്റ് ഡിഫെൻഡ് സോൺസ്. ഇവർ ഈ സ്പേസ് മൊത്തത്തിൽ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് മൂവ് ചെയ്യുന്ന ഏരിയകളാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്ത് സ്പേസ് അവർക്ക് കൊടുക്കാതിരിക്കണം. അതായത് ഫുൾ ബാക്കിൻ്റെയും സെൻറ്റർ ബാക്കിൻ്റെയും ഇടയിലുള്ള സ്പേസുകൾ, അവിടെയാണ് ഓൾമോയും ഫാബിയനും ഒയർസബാലും അവരുടെ ബെസ്റ്റ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാക്കുന്നത്. അവിടെയാണ് തടയേണ്ടത്. അർജൻറ്റീൻ മിഡ്ഫീൽഡേഴ്സ് അവരുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ സ്പെയിൻ വളരെ കൃത്യമായിട്ട് സ്പേസ് കണ്ടെത്തുകയും അതുവഴി അവർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. സോ ആ സോൺ ഡിഫെൻഡ് ചെയ്യുകയാണ് അർജൻറ്റീന പ്രധാനമായും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിങ്ങിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില ബാറ്റിലുകൾ നടക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അർജൻറ്റീന ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലമീൻ യമാൽ അവിടെയുണ്ട്. ലമീൻ യമാലിന് എല്ലാ ടച്ചുകളിലും ഡ്രിബിൾ ചെയ്ത് ഇപ്പോൾ കടന്നു പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കളി രീതിയിൽ സ്ലൈറ്റ് ഡിഫറൻസ് അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് എപ്പോൾ അക്സലറേറ്റ് ചെയ്യണം, എപ്പോൾ ഡിഫൻഡേഴ്സിനെ ഡ്രോ ചെയ്ത് കൊണ്ടുപോകണം, എപ്പോൾ ഈ രൂപത്തിൽ ഫുൾ ബാക്കിനോ മിഡ്ഫീൽഡർക്കോ ഒക്കെ ബോൾ കൊടുക്കണം. ഈ രൂപത്തിലേക്ക് അദ്ദേഹം കൃത്യമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലതു പാർശ്വത്തിൽ ഇത്തരത്തിലായിരിക്കും വിങ്ങിൽ കാര്യങ്ങൾ യമാൽ ചെയ്യുക. ഇടത് പാർശ്വത്തിൽ അലക്സ് ബെയ്ന ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് നിക്കോ വില്യംസ് കൊടുക്കുന്നതിനേക്കാൾ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് കൊടുക്കുന്നത്. അദ്ദേഹം കുറച്ചുകൂടി ബിൽഡപ്പ് പ്ലേയിൽ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ കുക്കറയുമായിട്ടും ഒൽമോയുമായിട്ടും ഒരുപാട് നല്ല രൂപത്തിൽ ലിങ്കപ്പ് ചെയ്തു പോകുന്നു. അതൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അവർക്ക് കൊടുക്കുന്നുമുണ്ട് ആ ഒരു മധ്യനിര പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് അർജൻറ്റീൻ ഫുൾ ബാക്കുമാരെ
വളരെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് അവരുടെ വിങ്ങേഴ്സിൽ നിന്നും മിഡ്ഫീൽഡേഴ്സിൽ നിന്നും സ്വീകരിക്കാൻ നിർബന്ധിതരാക്കും. അത് ഒരു ടീം എഫേർട്ടിലൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ വിങ്ങുകളെ തടയുക എന്നുള്ളത്. അതേസമയം സ്പെയിൻ്റെ വേൾഡ് കപ്പിലുള്ള ജേണി മറ്റു ചില കാര്യങ്ങൾ കൂടി കാണിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ സ്പെയിന് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് തോന്നണ്ട. അവരുടെ ഈ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാനുള്ള ചില വഴികളുമുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ചില വഴികളുമുണ്ട് എന്നുകൂടി ബ്രൂണോ ഡി സ്റ്റെഫാനോ വിലയിരുത്തുന്നു. ആ വഴികൾ എന്താണ്? അത് ഫ്രാൻസിനെതിരെയുള്ള സെമി ഫൈനൽ, എസ്പെഷ്യലി അതുപോലെ തന്നെ പോർച്ചുഗലിനെതിരെയുള്ള റൗണ്ട് ഓഫ് 16 മത്സരത്തിലുമൊക്കെ അവർക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്ന സമയത്ത് ക്വിക്കിലി അവർക്ക് ഡിഫെൻസീവ് കവറേജ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് അർജൻറ്റീന മുതലെടുക്കാൻ ശ്രമിക്കേണ്ടതും. അതായത് ഒരു റിക്കവറി സംഭവിച്ചു എന്നിട്ട്, അതായത് അർജൻറ്റീന എതിരാളിയിൽ നിന്നൊരു ബോൾ തട്ടിയെടുത്തു എന്നിട്ട് ഇമ്മീഡിയറ്റ് വേർട്ടിക്കൽ പാസ് കൊടുക്കുക. അപ്പം ആ ഒരു സ്ട്രൈക്കേഴ്സിലേക്ക് ബോൾ കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റണം. ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ സ്പെയിന് അവരുടെ മുന്നേറ്റങ്ങളുമായിട്ട് മുന്നോട്ട് കയറി വന്നൊരു സമയമായിരിക്കും. അവിടെ നിന്ന് ബോൾ എടുത്തിട്ടാണ് ഈ ഒരു ഇമ്മീഡിയറ്റ് വേർട്ടിക്കൽ പാസ് കൊടുത്ത് അറ്റാക്ക് ചെയ്യേണ്ടത്. അത്തരം ഘട്ടങ്ങളിൽ റോഡ്രി ഒരു ഡിഫെൻസീവ് ബ്ലോക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു സമയമെടുക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ആ ചാൻസ് എതിരാളികൾ ഉപയോഗപ്പെടുത്തണം, എന്നിട്ട് അവർക്ക് പണി കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഓപ്പണൻറ്റ് ബോൾ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്ത് ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്ത് മുന്നേറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സ്പെയിന് വളരെ കൃത്യമായിട്ട് അവരുടെ പൊസഷൻ റിക്കവർ ചെയ്യുകയും ചെയ്യും. അവരത് അതിനനുസരിച്ച് ഒരുങ്ങി നിൽക്കുകയും ചെയ്യും. അതല്ല, ഓപ്പണൻറ്റ് ടീം ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡൗട്ട്സ് സ്പെയിനിൻ്റെ ആ ഒരു ഡിഫെൻസീവ് മൈൻഡിൽ വരുന്നുണ്ട്. അത് റോഡ്രിയൊക്കെ ആ ഒരു ഏത് പൊസിഷൻ എടുക്കണം എന്നുള്ളത് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ മടിക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ ഒന്ന് ഡിലേ ആവുന്ന ആ ഒരു മൊമെൻറ്റ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് ബ്രൂണോ ഡി സ്റ്റെഫാനോ വിലയിരുത്തുന്നത്. ഇതാണ് അർജൻറ്റീനയ്ക്ക് ഏറ്റവും ഐഡിയൽ സെനാരിയോയും. തീർച്ചയായിട്ടും ഇവിടെ ഒരിക്കലും ഒരു പാസിംഗ് കണ്ടസ്റ്റിന് പോകരുത്. ലോങ് സ്ട്രെച്ചസിൽ പാസ് ചെയ്ത് പോകുന്നതിൽ അർത്ഥമില്ല. അതേസമയം സ്പെയിന് സെറ്റിൽഡ് ആവാത്ത സമയത്ത്, അവരുടെ ഡിഫെൻസീവ് ഷേപ്പ് വേണ്ട വിധത്തിലല്ലാത്ത സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഹുലിയൻ ആൽവാരസിന് അതിന് കഴിയും, എൻസോ ഫെർണാണ്ടസിൻ്റെ റണ്ണുകൾക്ക് അതിന് കഴിയും, അലക്സിസ് മെക്കലിസ്റ്ററുടെ ഓവർലാപ്പിങ്ങുകൾക്ക് അതിന് കഴിയും. അതുപോലെ ഹുലിയാനോ സിമിയോണിയുടെയും നിക്കോളാസ് ഗോൺസാലസിൻ്റെയും ആ ഒരു ട്രാൻസ്ഫോർമേഷൻസ്, കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഒക്കെ സ്പെയിനിൻ്റെ ഡിഫൻസ് തുറന്നെടുക്കാൻ പറ്റും എന്നാണ് ബ്രൂണോ ഡി സ്റ്റെഫാനോയുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ കീ ആയിട്ട് നോട്ടീസ് ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്പെയിനിൻ്റെ സെൻറ്റർ ബാക്കുമാർ ബോൾ പ്ലേ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിൽ വളരെ കംഫർട്ടബിളാണ്. അതേസമയം അവരുടെ ഗോളിലേക്ക് തിരികെ ഓടുന്ന ഘട്ടത്തിൽ അവർ അത്രത്തോളം കംഫർട്ടബിൾ അല്ല, പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണം എന്നർത്ഥം. അതായത് സ്ട്രൈക്കർ ബോൾ ഹോൾഡ് ചെയ്ത് സമയമെടുത്താണ് പോകുന്നതെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യും. അതല്ല, ഇമ്മീഡിയറ്റ്ലി അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ പുറകിലുള്ള സ്പേസ് ഉപയോഗപ്പെടുത്തി ഇമ്മീഡിയറ്റ്ലി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഈ വേൾഡ് കപ്പിൽ വ്യക്തമായതാണ് എന്നുകൂടി ഇപ്പോൾ ബ്രൂണോ ഡി സ്റ്റെഫാനോ വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ സ്പെയിന് ഒരു പ്രഷർ ആക്ടിവേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എതിരാളികളുടെ ഏരിയയിലേക്ക് ബോളും കൊണ്ട് കയറി വരുന്ന ഘട്ടങ്ങളിൽ അവർ ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതായത് ബോള് ഔട്ട്സൈഡ് ദി ചാനലിലേക്ക് പോകുമ്പോഴാണ് അവർ അധിക സമയത്തും ഒരു ത്രെട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ അർജൻറ്റീനയുടെ സമയത്തോ, അർജൻറ്റീനയുടെ ഒഫൻസീവ് പവറോ സെൻട്രൽ ചാനലിലൂടെയാണ്. സ്പെയിൻ ഇരു വിങ്ങുകളിലൂടെയും കയറി പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അർജൻറ്റീന പലപ്പോഴും ഈ ഒരു ടൂർണമെൻറ്റിൽ സെൻട്രൽ ചാനലിലൂടെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ടതും. എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ബാറ്റിൽ ഓഫ് ഡെസ്റ്റിനി ആൻഡ് ഇൻഡിവിജ്വൽ ടെക്നിക്ക്. അത് വളരെ കൃത്യമായിട്ട് ഈ ഒരു കളിയിൽ ഫലം നിർണ്ണയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെയിന് ലോ ബ്ലോക്കിൽ കളിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ മോസ്റ്റ് അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസാണ്. ഈ പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിഷൻ പ്ലേ അത്രയധികം ഒന്നും ഡിസ്റപ്റ്റ് ചെയ്യുന്നില്ല. സോ അവർ ഒരു പാസീവ് അപ്രോച്ച് ഒരു ഘട്ടത്തിൽ അത്തരം ഘട്ടങ്ങളിൽ എടുക്കുന്നത് ഫീൽ ചെയ്തിട്ടുണ്ട്. മിഡ് റേഞ്ചിൽ നിന്ന് ഷോട്ടുകളൊക്കെ അവർ അനുവദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അർജൻറ്റീനയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മെസ്സിയും എൻസോ ഫെർണാണ്ടസും മെക്കലിസ്റ്ററും പോലെയുള്ളവർ ആ മിഡ് റേഞ്ചിൽ നിന്നുള്ള ഷോട്ടുകൾ വലയിലേക്ക് എത്തിക്കാൻ കപ്പാസിറ്റി ഉള്ളവരുമാണ്. അതുപോലെ തന്നെ സ്പെയിൻ ഹൈ പ്രസ് ചെയ്യുന്ന സമയത്ത്
അവരുടെ ഫസ്റ്റ് ലൈൻ ഡിഫൻസിന് പുറകിൽ അവർ സ്പേസ് വിട്ടുകൊടുക്കാറുണ്ട്. അത് ടീമിൻ്റെ മാക്സിമം വിഡ്ത്ത് അതായതുകൊണ്ടാണ്, അത് ഉപയോഗപ്പെടുത്തി ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഫോർവേഡ്സ് ഓപ്പോസിഷൻ പെനാൽറ്റി ഏരിയയിലാകുമ്പോൾ സെൻറ്റർ ബാക്ക് പെയറിങ് സാധാരണ മിഡ്ഫീൽഡിൽ തുടരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു ബിറ്റ്വീൻ ദി ലൈനിലേക്ക് ഫ്രാൻസ് ബോൾ കളിച്ച സമയത്ത് അവർക്ക് അത്രയും ഏരിയ അവർക്ക് കവർ ചെയ്യേണ്ട ചില സ്ഥിതിവിശേഷങ്ങൾ ചില ഘട്ടങ്ങളിലുണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അർജൻറ്റീന ശ്രമിക്കണം. അത്തരം അറ്റാക്കിംഗ് ഘട്ടങ്ങളിൽ ഒരു ക്വിക്ക് കൗണ്ടർ അറ്റാക്കിലൂടെ സ്പെയിനെ ഹേർട്ട് ചെയ്യാൻ പറ്റും എന്നുകൂടി ഇപ്പോൾ ഡി സ്റ്റെഫാനോ പറയുന്നു. സോ ഇതൊക്കെ എന്തായാലും സ്കലോനി ആണെങ്കിലും ഡിലാഫിയോൻ്റെ ആണെങ്കിലും ഒക്കെ വലിയ രൂപത്തിൽ അവർ വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ ഇതിനപ്പുറത്തേക്കുള്ള തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും പ്രതീക്ഷിക്കണം. എന്നാൽ സ്പെയിന് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കുറച്ച് ഗോൾ മാത്രം കൺസീഡ് ചെയ്ത ടീമാണ്. പക്ഷേ അർജൻറ്റീന ആവട്ടെ ഓരോ മത്സരത്തിനനുസരിച്ചും അതനുസരിച്ച് അഡാപ്റ്റഡ് ആയിട്ടുള്ളൊരു ടീമാണ്. സോ മികച്ചൊരു പോരാട്ടം കാണാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.